തിരുവനന്തപുരം നഗരസഭയുടെ കാർബൺ ന്യൂട്രൽ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് 2000 സോളാർ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചും മുഴുവൻ തെരുവ് വിളക്കുകൾ LED-യിലേക്ക് മാറ്റിയുമാണ് നഗരസഭ കാർബൺ ന്യൂട്രൽ ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനം തുടരുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ നഗരത്തിലെ വായു മലിനീകരണം വലിയ തോതിൽ കുറയ്ക്കുവാൻ കഴിയുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ അറിയിച്ചു. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള നഗരവികസനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയും മുന്നോട്ടു പോകുന്നത്. 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ ഏറ്റവും മികച്ച വായു ഗുണനിലവാര സൂചികയുള്ള നഗരമാണ് തിരുവനന്തപുരം. അത് ഒന്നുകൂടി മികച്ചതാക്കാനുള്ള നഗരസഭയുടെ കാർബൺ ന്യൂട്രൽ പദ്ധതിയാണ് ലക്ഷ്യത്തിലേക്കെത്തുന്നത്. വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ച സോളാർ പാനലുകളിലൂടെ 17,000 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചും 115 വൈദ്യുതി ബസ്സുകൾ പൊതുഗതാഗതത്തിന് വാങ്ങി നൽകിയും നഗരത്തിലുടനീളം 2000 സോളാർ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചും മുഴുവൻ തെരുവ് വിളക്കുകളും LED-യിലേക്ക് മാറ്റിയുമാണ് നഗരസഭ കാർബൺ ന്യൂട്രൽ ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനം തുടരുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ വായുമലിനീകരണം വലിയ തോതിൽ കുറയ്ക്കാൻ കഴിയുന്നു എന്നത് വലിയ സന്തോഷകരമായ കാര്യമാണെന്നും ഇതിനായി നഗരസഭയോടൊപ്പം പ്രവർത്തനം തുടരുന്ന മുഴുവൻ നഗരവാസികളും ജീവനക്കാരും രാജ്യത്തിന് മാതൃകയാണെന്നും മേയർ ആര്യ രാജേന്ദ്രൻ അറിയിച്ചു. നഗരസഭയുടെ മികച്ച പ്രവർത്തനങ്ങൾക്ക് UN ഹാബിറ്റാറ്റ് ഷാൻഹായ് പുരസ്കാരവും ലഭിച്ചിരുന്നു. ലോകത്തെ മികച്ച 5 നഗരങ്ങളിലാണ് തിരുവനന്തപുരവും ഇടം പിടിച്ചിരുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.